Dear students, which of the following is the possible cause of left heart failure? Options: DVT, pulmonary artery embolism, liver cirrhosis, hypertension. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. കൂടുതൽ ആൾക്കാരും ഈ റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൻ്റെ കോസസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൽ സംഭവിക്കുന്നതെന്നൊന്ന് പറയാം. ഇപ്പോൾ DVT പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ആ ത്രോംബസ് അവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ചെയ്യുകയും അതവിടെ നിന്ന് മൂവ് ചെയ്ത് വന്ന് ഇൻഫീരിയർ വിനാക്കാവ് വഴി അത് റൈറ്റ് ഏട്രിയത്തിൽ പ്രവേശിച്ച് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലെത്തി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് പൾമണറി ആർട്ടറിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം. പൾമണറി ആർട്ടറിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പൾമണറി ആർട്ടറിയിൽ ഇത് ബ്ലോക്ക് ആവുകയും അതിൻ്റെ ഫലമായിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൂർണ്ണമായിട്ടും പൾമണറി ആർട്ടറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നു. അവിടെ ആദ്യമായിട്ട് ടാക്കിക്കാർഡിയ വരും, അത് കഴിഞ്ഞൊരു ഡയലറ്റേഷൻ വരും, അത് കഴിഞ്ഞതിന് ശേഷം ഹൈപ്പർട്രോഫി അടിക്കും. ഹൈപ്പർട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുകൾ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ ഫലമായിട്ട് സെല്ലുകളുടെ കാർഡിയാക് മസിൽ സെല്ലിൻ്റെ ലൈഫ് സ്പാൻ കുറയുകയും അത് പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ അതിനെ കൺട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഫെയിലുവർ എന്ന് പറയുന്നത്. ഇത്രയും സീക്വൻസ് ഞാൻ പറഞ്ഞത് റൈറ്റ് ഹാർട്ട് ഫെയിലുറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെ DVT, പൾമണറി ആർട്ടറി എംബോളിസം, അതേപോലെ തന്നെ ലിവർ സീറോസിസ്, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. ലിവർ സീറോസിസ് എന്ന് പറയുമ്പോൾ ഹെപ്പാറ്റോമെഗാലി വരുന്നു. ഹെപ്പാറ്റോമെഗാലി വരുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം ലിവർ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ കംപ്രഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റൈറ്റ് വെൻട്രിക്കിളിന് പൂർണ്ണമായിട്ടും ഡയലേറ്റ് ചെയ്യാനോ കൺട്രാക്ട് ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയും ബ്ലഡ് പൂൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ദെൻ ഇനി അടുത്തതായിട്ട് പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലുവറിൻ്റെ കോസ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് ഹാർട്ട് സൈഡ് ആദ്യം മനസ്സിലാക്കണം. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് സാധാരണ അതിൻ്റെ നോർമൽ ഫിസിയോളജി പ്രകാരം പൾമണറി ആർട്ടറിയിൽ നിന്ന് ലങ്സിൽ പോയി ശുചീകരണം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഓക്സിജനേഷൻ സ്വീകരിച്ചതിന് ശേഷം അത് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അയോട്ടയിൽ ടെൻഷൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, ഒരു 220/120 എന്നുള്ള റേഞ്ചിൽ ഒരു ഹൈപ്പർ ടെൻഷൻ നിലനിന്ന് കഴിഞ്ഞാൽ അത് അയോട്ടയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ബ്ലഡ് എംറ്റി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. തീർച്ചയായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പൂള് ചെയ്ത് കിടക്കുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് പൂള് ചെയ്ത് കിടക്കുന്നു, പൾമണറി വെയിനിൽ നിന്ന് ബ്ലഡ് എംറ്റി ചെയ്യാൻ പറ്റുന്നില്ല, ലങ്സിൽ മൊത്തം ബ്ലഡ് പൂള് ചെയ്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ലങ്സിൽ ബ്ലഡ് പൂള് ചെയ്യുന്ന സാഹചര്യമാണ് പൾമണറി എഡിമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പൾമണറി എഡിമയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. വൺ പേഷ്യൻ്റ് ഈസ് ഡ്രൗണിങ് ഇൻ ഹിസ് ഓൺ ഫ്ലൂയിഡ് എന്നുള്ള രീതിയിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് സ്വന്തം ഫ്ലൂയിഡിൽ തന്നെ മുങ്ങി മരിക്കുന്നു എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ പൾമണറി എഡിമ വരികയും പേഷ്യൻ്റ് വളരെ വലിയ ഡിസ്നി ഉണ്ടാകുകയും ചെയ്യും. റൈറ്റ് ഹാർട്ട് ഫെയിലുവറിൽ സാധാരണ പേഷ്യൻ്റ് പെരിഫറൽ എഡിമ, ഡിപ്പെൻഡൻറ്റ് പാർട്ടിൽ എഡിമ വരുന്നു, പിറ്റിംഗ് എഡിമ വരുന്നു, ജൂഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലുവറിൽ എല്ലും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുക. ലെഫ്റ്റ് ഹാർട്ട് ഫെയിലുവറിൽ ലങ് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പേഷ്യൻ്റ് ഡിസ്നിയാണ് വരുന്നത്. എസ്പെഷ്യലി അറ്റ് നൈറ്റ് ആയിരിക്കും പേഷ്യൻ്റ് വരുന്നത്, ഡിസ്നി വരുന്നത്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓർക്കാൻ വേണ്ടി ഒരു ന്യൂമോണിക്സോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. LMNOPQ. L മീൻസ് എലാസിക്സ്, M മീൻസ് മോർഫിൻ സൾഫേറ്റ്, N മീൻസ് നൈട്രോഗ്ലിസറിൻ, O മീൻസ് ഓക്സിജൻ സപ്പോർട്ട്, ദെൻ P മീൻസ് പ്രോപ്പർ പൊസിഷൻ, ദെൻ Q മീൻസ് Q വിത്ത് ഡിജോക്സിൻ എന്ന മരുന്ന് കൃത്യമായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിവേ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കുറേയധികം നിങ്ങളോട് പഠിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് ഒരുപാട് മാറ്റം ആൾക്കാരിൽ കണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പറയുന്ന DME പരീക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 25,000-30,000 ആപ്ലിക്കേഷൻ മാത്രമാവാനാണ് സാധ്യത എന്നാണ് ചിന്തിക്കുന്നത്.
സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും ജോലി കിട്ടാനുള്ള ചാൻസ് കൂടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ഓണത്തിന് മുമ്പ് നിങ്ങളത് ചിന്തിക്കുക. ഓണക്കാലമാണ്. അടുത്ത ഓണത്തിന് മുമ്പ് എനിക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാകുക. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.